സോ ഹലോ എവരി വൺ വെൽക്കം ടു റയൻസ് അക്കാഡമി. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിലബസ് അപ്ഡേഷനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടീച്ചിങ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ആ ഒരു ടോപ്പിക്കിൽ അപ്ഡേറ്റഡ് ആവുക. ഓറൽസ് ചിലപ്പം നമ്മൾ ഒരു ശ്രദ്ധ കുറവ് കാരണം ചിലപ്പോൾ നമുക്ക് മാർക്ക് മിസ് ഔട്ട് ആയി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം ഡീറ്റെയിൽ നമുക്ക് നോക്കാം കേട്ടോ. അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, യാ, വൺ സെക്കൻഡ്, സോറി. യെസ് യെസ് യെസ്. അപ്പൊ എന്താ ടീച്ചിങ് സോഫ്റ്റ്വെയർ? ടീച്ചിങ് സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ടു പ്ലാൻ, ഡെലിവർ, മാനേജ് ആൻഡ് ഇവാലുവേറ്റ്. അല്ലെ, ടീച്ചിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ് പ്ലാൻ ചെയ്യാൻ, നമ്മുടെ സിലബസ് ക്രിയേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നെന്താണ് നമ്മുടെ എന്താണ് യൂണിറ്റ് ലെവൽ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ്, ഇപ്പൊ PPTs, പ്രൊജക്ടേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് ഒരുപാട് ഡെലിവറിങ് ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. അതുപോലെ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു ലേണിംഗ് പ്രോസസ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഇവാലുവേഷന് വേണ്ടിയിട്ടും നമുക്ക് ഒരുപാട്, ഇപ്പം കോഡ് തന്ത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, കോഡ് തന്ത്ര. അപ്പൊ നമുക്ക് അവിടെ എന്താണ്, നമ്മുടെ ഈ കുട്ടികളുടെ ആൻസർ ഷീറ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഡിജിറ്റലി ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമുക്ക് അവിടെ തന്നെ ടിക്ക് ചെയ്ത് അവിടെ തന്നെ മാർക്ക് കൊടുത്ത് അപ്പൊ തന്നെ അവിടെ ഒരു ഗ്രാഫ് ഒക്കെ വന്ന്, ഓക്കെ, അങ്ങനെ നമ്മൾ കുട്ടികളുടെ സ്റ്റഡിയും അവിടെ എന്താണ് ക്ലാസ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് ആയിക്കോട്ടെ, അത് ഡെലിവർ ചെയ്യുന്ന മെത്തേഡ് ആയിക്കോട്ടെ, അതിനെ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടായിക്കോട്ടെ, അതെല്ലാം കഴിഞ്ഞ് അവരുടെ എക്സാംസ് നടത്തിയിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടി ആയിക്കോട്ടെ, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിനാണ് നമ്മളെന്ന് പറയാ ടീച്ചിങ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ ഇവിടെ വരുന്ന ഫസ്റ്റ് പോയിന്റ്. പിന്നെ എന്താണ്? ഇറ്റ് സപ്പോർട്ട്സ് ഓൺലൈൻ ബ്ലെൻഡഡ് ആൻഡ് ക്ലാസ് റൂം ടീച്ചിങ്. ഓക്കെ, ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളെയും ബ്ലെൻഡഡ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആൻഡ് ക്ലാസ് റൂം ടീച്ചിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചിങ് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താ തേർഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഇംപ്രൂവ് സ്റ്റുഡന്റ് എൻഗേജ്മെന്റ്, ഇന്ററാക്ഷൻസ് ആൻഡ് അസസ്മെന്റ് എഫിഷ്യൻസി. അല്ലെ, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അത് ടെക്നോളജി അത്രയും വളർന്ന് എന്താ പറയാ കുട്ടികളിലെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തുണ്ടാവും? ആ ഒരു ട്രഡീഷണൽ മെത്തേഡൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര മടുപ്പുണ്ടാവും. അവരെ ഇൻട്രസ്റ്റ് ആക്കാനും വേണ്ടി അവരെ ഒന്ന് എന്താ പറയാ അവരുടെ ഭാഷയിൽ ഒരുപാട് ലാംഗ്വേജ് ഉണ്ടല്ലേ, പിന്നെ വൈബ് ആവാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓരോ ടീച്ചിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടീച്ചിങ് എന്ത് ചെയ്യണം? നമ്മൾ ഭയങ്കര എൻഗേജ് ആയിരിക്കണം, എൻഗേജിങ് ആക്കി കൊടുക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ടീച്ചിങ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് അതിന്റെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതിൽ വരുന്ന ഒരു ഭാഗമാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും, LMS. ഓക്കെ, എന്താണ് LMS നോക്കുക? ഇത് നിർബന്ധമാണ്. ഇത് നിങ്ങളുടെ യൂണിറ്റ് ടീച്ചിങ്, അതായത് UGC നെറ്റ് എന്നൊരു ആസ്പെക്റ്റിലല്ല, നിങ്ങൾ ഈ ഒരു പ്രൊഫസറൊക്കെ ആവുമല്ലോ, അസിസ്റ്റന്റ് പ്രൊഫസറോ വാട്ടവർ, അത് നിങ്ങൾ എന്തായാലും അക്കാഡമിക്സിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള അക്കാഡമിക്സിലൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS എന്ന് പറയും. അതിൽ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം, ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, LMS എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു ഓർഗനൈസ്, ഡെലിവർ, ട്രാക്ക് ആൻഡ് അസസ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതൊരു സോഫ്റ്റ്വെയർ ആണ്. അവിടെ നമുക്ക് എന്താണ്? നമുക്ക് പഠിപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും ഡെലിവർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ലേണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ അസസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ നമ്മൾ പറയാ LMS എന്നാട്ടോ പറയാ, അതായത് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. പിന്നെ വരുന്നതാണ് സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഷെയറിംഗ് സ്റ്റഡി മെറ്റീരിയൽ, അസൈൻമെന്റ്സ്, ക്വിസസ് ആൻഡ് ഗ്രേഡ്സ്. ഓക്കെ, ഇതെന്താണ്? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റഡി മെറ്റീരിയൽസ് ഷെയർ ചെയ്യാൻ പറ്റും, അസൈൻമെന്റ്സ് കണ്ടെത്താൻ പറ്റും, ക്വിസസ് കണ്ടെത്താൻ പറ്റും, അതുപോലെ ഗ്രേഡ്സുകൾ നമുക്ക് കൊടുക്കാനും ഈ പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് മൂഡിൽ, സ്കൂളോഗി, ബ്ലാക്ക് ബോർഡ് ലേൺ. ഓക്കെ, ഇവിടെ നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാവരും പോയിട്ട് മൂഡിൽ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ടൊന്ന് സെർച്ച് ചെയ്യണേ. അതിനെപ്പറ്റി പഠിക്കാനും വേണ്ടിയിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെഷൻ ഇതിന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മൂഡിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ, അതായത് പിന്നെ UGC നെറ്റിന്റെ സെഷൻ അല്ല, എങ്ങനെ നമുക്കൊരു മൂഡിൽ എന്നുള്ള സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്
പിന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പുറത്തൊക്കെ പോകാൻ ആഗ്രഹമുള്ള ആളുകൾ, അതായത് പിന്നെ GCC കൺട്രീസിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തോ, ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് ഇന്ത്യയിലും ഇത് കോമൺ ആവും. നിങ്ങൾ അവിടുത്തെ ക്വാളിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് അവർ പറയും UGC നെറ്റ്, BEd, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് LMSൽ എഫിഷ്യന്റ് ആയിരിക്കണം എന്ന് പറയും. അതായത് ഇതുപോലുള്ള സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊരു സെഷൻ നമുക്ക് വെക്കാം. ഇപ്പം അല്ല, കുറച്ച് കഴിയട്ടെ, നമുക്കൊരു ഒരു നെറ്റിന്റെ ഒരു ഒരു പീക്കിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്കൊരു സെഷൻ വെച്ചിട്ട് LMSനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ടും അതിന് ചർച്ച ചെയ്യാം. വേണ്ടുന്നവർ ജസ്റ്റ് കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയണേ. അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ചെയ്യാം. എനിവേ, ഇതാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ LMS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ വരുന്നതാണ് എന്ത്, ഇനി യാ യാ സോറി, ആ സെയിം സ്ലൈഡ് തന്നെയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി. ആ മൂഡിലും അതുപോലെ അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത് നോക്കാം. മൂഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പൺ സോഴ്സ് LMS ഫോർ കോഴ്സ് മാനേജ്മെന്റ്, അസൈൻമെന്റ് ആൻഡ് ക്യൂസസ്. ഇതിന് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൂഡിൽ. സ്കൂളേജ് എന്ന് പറയുമ്പോൾ എന്താണ്, LMS ഫോർ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആൻഡ് അസസ്മെന്റ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനും അതുപോലെ സ്റ്റുഡൻസിനെ അസസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്കൂളജി. ബ്ലാക്ക് ബോർഡ് ലേൺ എന്ന് പറയുമ്പോൾ എന്താണ്, അഡ്വാൻസ്ഡ് LMS യൂസ്ഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഫോർ കണ്ടന്റ് ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ബ്ലാക്ക് ബോർഡ് ലേണിംഗ്. ഇതിനെ അങ്ങനെ ഇൻഡെപ്ത് പഠിക്കരുത്, അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കുക കുറച്ച് പേരുകൾ. ബ്ലാക്ക് ബോർഡ് ലേണിംഗ് അതൊരു LMS ആണ്, സ്കോളേജ് LMS ആണ്, മൂഡിൽ ഒരു LMS ആണ്. ഇതിൽ മൂഡിലാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. കാരണം അത് നിങ്ങളെ അത് കോമൺ ആയിട്ട് എല്ലാ എന്താ പറയുക സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ മൂഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു സെഷൻ നമുക്ക് എന്തായാലും വെക്കാം. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ടൂൾസ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് സൂമിലെ നമ്മൾ PPT ഞാൻ റൺ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ നമുക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ഇന്ററാക്റ്റീവ് ആയിട്ട് വൈറ്റ് ബോർഡ് ടൂൾസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ടൂൾസ് ദാറ്റ് ആക്ട് ആസ് എ വിർച്വൽ ബോർഡ് ഫോർ റൈറ്റിംഗ്, ഡ്രോയിങ് ആൻഡ് കൊലാബറേഷൻ. അല്ലെ, അതെന്താണ്, ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു ബോർഡാണ്. ശരിക്കുള്ള ബോർഡ് എന്നല്ല, പക്ഷെ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബോർഡാണ്. ഇവിടെ നമുക്ക് എന്താണ്, റൈറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ റൈറ്റിംഗ്, അതുപോലെ ഡ്രോയിങ്, വരക്കാന്, കൊലാബറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഈ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ടൂൾ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എന്താണ്, എനാബിൾ റിയൽ ടൈം ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഓക്കെ, അതായത് ടീച്ചേഴ്സും അതുപോലെ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു റിയൽ ടൈം ഇന്ററാക്ഷൻ നടത്താനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വൈറ്റ് ബോർഡ് ടൂൾസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ജാം ബോർഡ്, സ്റ്റോം ബോർഡ്, കോൺസെപ്റ്റ് ബോർഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ. ജാം ബോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, റിയൽ ടൈം കൊലാബറേറ്റീവ് ഡിജിറ്റൽ വൈറ്റ് ബോർഡ്. ഇവിടെ എന്താണ്, റിയൽ ടൈം ആയിട്ട് നമുക്ക് എന്താണ് കുട്ടികൾക്കും സ്റ്റുഡൻസ് ഫാക്കൽറ്റീസിനും ഒരേ സമയത്ത് എന്താണ് ആക്സസ് ഉള്ള ഒരു വൈറ്റ് ബോർഡ് നമ്മൾ ജാം ബോർഡ് എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ സ്റ്റോം ബോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, വിഷ്വൽ ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് ഐഡിയ ഓർഗനൈസിംഗ് ടൂൾ. ഓക്കെ, ഇവിടെ ഈ ഒരു വൈറ്റ് ബോർഡ് ടൂൾ, സ്റ്റോം ബോർഡ് എന്നുള്ള വൈറ്റ് ബോർഡ് ടൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ വിഷ്വൽ ആയിട്ട് നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് പോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഐഡിയാസ് ഓർഗനൈസ് ചെയ്യാനുമുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റോം ബോർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, കോൺസെപ്റ്റ് ബോർഡ്, ഇന്ററാക്റ്റീവ് ബോർഡ് ഫോർ ടീച്ചിങ്, പ്ലാനിങ് ആൻഡ് ടീം വർക്ക്. ഓക്കെ, ഇവിടെ ടീച്ചിങ്ങിനായിക്കോട്ടെ, പ്ലാനിങ്ങിനായിക്കോട്ടെ, ടീം വർക്കിനായിക്കോട്ടെ, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ് ഈ പറയുന്ന കോൺസെപ്റ്റ് ബോർഡ്. അപ്പൊ ഈ 3 ടൈപ്സ് ഓഫ് ബോർഡുകളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വീണ്ടും പറയാൻ ഇൻഡെപ്ത് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, ഇനി അതേഴ്സ് വേറെയും ഒരുപാട് ടൈപ്സ് ഓഫ് ടൂൾസുകൾ നമുക്കുണ്ട്. ഒന്നെന്താണ്, വെർച്വൽ ലാബ്സ്. അതായത് ഇപ്പം നമ്മളെ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താൻ വേണ്ടി കെമിസ്ട്രി ലാബ് അതുപോലെ ഫിസിക്സ് ലാബ് ഒക്കെ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഓൺലൈനിൽ നമുക്കുള്ള ഒരു ലാബിനെ നമ്മൾ എന്താ പറയാ, വെർച്വൽ ലാബ്സ് എന്നാ പറയാ. പിന്നെ എന്താണ്, കണ്ടന്റ് ക്രിയേഷൻ ടൂൾസ്. ഓക്കെ, ടൂൾസ് യൂസ് ടു ക്രിയേറ്റ് വീഡിയോസ്, പ്രസന്റേഷൻ, ആനിമേഷൻ, ലേണിംഗ് മെറ്റീരിയൽസ്. ഇപ്പൊ ഈ PPT ഒക്കെ എന്താണ്, പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പൊ സൂം കണ്ടന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ക്വിസസ് ആൻഡ് അസസ്മെന്റ് ടൂൾസ്. അവിടെ നമുക്കിപ്പോൾ കഹൂത്ത് എന്നൊക്കെ കിട്ടും. നിങ്ങൾ കഹൂത്ത് എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പിന്നെ എന്താണ് ഈ ക്വിസസ് ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കഹൂത്ത്. അപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കഹൂത്ത് എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും ക്വിസസ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പോളിംഗ് ടൂൾസ് ആയിട്ട് നമുക്കിപ്പോൾ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോൾ ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഒരുപാട് അതർ ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നിങ്ങൾ ഈ ടീച്ചിങ് സോഫ്റ്റ്വെയർ എന്നൊരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും.
യാ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ഞാൻ ഇതിന്റെ പിന്നെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ PYQs ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യണം. യാ, ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഇറ്റ് വൺസ് ദി സെഷൻ എവറിത്തിങ് ഗെറ്റ് ഓവർ. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് മൊത്തം PYQs മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ രണ്ട് മൂന്ന് സ്റ്റുഡൻസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറന്റ് ഞാൻ റെഗുലർ ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ എക്സാമിന് അടുപ്പിച്ചിട്ട് ഒരു 1.5 2 മന്ത്സിന് അടുപ്പിച്ചിട്ട് ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ള എന്റെ മൈൻഡിലുണ്ട്. ഒരു വലിയൊരു കോഴ്സ് ആയിട്ടല്ല, പേപ്പർ 1ന്റെ കംപ്ലീറ്റ് 2015 മുതൽ 25 വരെയുള്ള എല്ലാ PYQs അറ്റ്ലീസ്റ്റ് മിനിമം 3000 PYQs അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായിട്ടുള്ള നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു എമൗണ്ടിൽ ഒരു കോഴ്സ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ ദ തിങ്സ്, ഐ വിൽ അപ്ഡേറ്റ് ദ തിങ്സ് വിത്ത് യു. നെക്സ്റ്റ് ക്ലാസ് മുതൽ അതിന് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ അതിന്റെ വിഷയങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട്, ബിക്കോസ് ഐ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ തിങ്സ് വിച്ച് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് ഏറ്റെടുക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് അനലൈസ് ചെയ്യട്ടെ, ഹൗ ഐ ക്യാൻ പ്ലാൻ ഓൾ ദീസ് തിങ്സ്. ബിക്കോസ് ഒരു മാസം കൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞു പോകാൻ പറ്റും നമുക്ക്. പക്ഷെ നമുക്ക് ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പറയാം 1.5 മന്ത് മോർ ദാൻ ഇനഫ് ആണ്. അപ്പോൾ നമുക്ക് ഐ വിൽ പ്ലാൻ ഇറ്റ് ഓക്കെ. എനിവേ കോഴ്സിന്റെ വിഷയങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാം. എനിവേ നിങ്ങൾ ഇപ്പോൾ ഈ സെഷനൊക്കെ കേൾക്കുക, ഇപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സെഷൻസ് ഒക്കെ കേൾക്കുക. ഇതൊക്കെ മോർ ദാൻ ഇനഫ് ആണ്. നമുക്ക് PYQs ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്യാം കേട്ടോ. യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. സോ ഇനി ഡിസ്കഷൻ എന്താണ്, നമ്മുടെ നോട്ട്സ് PYQs PDFs ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. Yeah, so we'll meet you on the next session. Till then, bye. Bye.